നമസ്കാരം. ഞങ്ങളുടെ ഡൽഹി യാത്രയുടെ ഒരു പുതിയ പാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് അവസാന പാട്ടാണ്. ഞങ്ങൾ മടക്കയാത്രയും ആ വിശേഷങ്ങളൊക്കെ അറിയിച്ചുകൊണ്ടുള്ള ഒരു പാട്ടാണ്. ഡൽഹിയിലെ ഞങ്ങളെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ നേരെ കുറച്ച് പേര് ഡൽഹി എയർപോർട്ടിലേക്ക് മറ്റുള്ളൊരു നാട്ടിലേക്കൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ പാട്ട് കുറച്ച് ലേറ്റായി, കാരണം ഞാനൊരു ടൂറിലായിരുന്നു. ആ ടൂറിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടായിരിക്കും അടുത്ത പാട്ടിലേക്ക് വരാൻ പോകുന്നത്. വിശദമായ കാര്യങ്ങൾ ഞാൻ അറിയിക്കാം. അത് തുർക്കിയിലേക്കായിരുന്നു, വിത്ത് ഫാമിലി ആയിരുന്നു. അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത ഒരു പുതിയ അധ്യായമായിട്ട് വരാം. അപ്പോൾ ഞാൻ ഈ വിശേഷത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ ഞങ്ങൾ ഡൽഹിയിൽ എല്ലാവരും ഒത്തുകൂടി താമസിക്കുന്ന സ്ഥലത്ത് അവിടുന്ന് പലരും രാവിലെ പോകുന്നവരുണ്ട്, ഉച്ചയ്ക്ക് പോകുന്നവരുണ്ട്, വൈകുന്നേരം പോകുന്നവരുണ്ട്, പലരും ട്രെയിനിന്, പലരും ഫ്ലൈറ്റിന്, പലരും അവിടുന്ന് പിന്നീട് കുളു, മണാലി, അങ്ങനെ നോർത്ത് ഇന്ത്യൻ സൈഡിലോട്ട് പോകുന്ന ചില ഗ്രൂപ്പുകൾ, അങ്ങനെ പലരും പല ഇതായിട്ട് പിരിഞ്ഞു. അപ്പോൾ ഞാനും മകളും നേരെ ബഹ്റൈനിലേക്ക്, വൈഫ് ട്രെയിനിന് നാട്ടിലേക്ക്. അപ്പം അവരൊക്കെ രാവിലെ തന്നെ പോയി. അവരെ ട്രെയിന് ഉച്ചയ്ക്ക് 11 മണിക്ക്, രാവിലെ 11 മണിക്കായിരുന്നു. അപ്പോൾ അവരൊക്കെ പോയി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പിന്നീട് സൗദി ചാപ്റ്റർ കൊയിലാണ്ടിക്കുട്ടം സൗദി ചാപ്റ്റർ ചെയർമാൻ റാഫി കൊയിലാണ്ടി, അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഒരു ഊബർ വിളിച്ചു. ആ ഊബറിന് ഞങ്ങൾ നേരെ ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ട് അവിടത്തേക്ക് എത്താറായിരിക്കുന്നു. ടെർമിനലിൻ്റെ അടുത്തേക്കുള്ള സൂചന അടങ്ങിയ ബോർഡുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഡൽഹി ഈ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക, ഒരു വികസിത രാജ്യത്തെ എത്തിയ ഒരു അനുഭൂതിയാണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. എന്നാൽ ഡൽഹിയിലെ ഞാൻ മുന്നേ പാട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചില സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വൃത്തിഹീനമായ പരിസരവും, അതുപോലെ തന്നെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയകളും, അത് ഗല്ലികളും, അങ്ങനെ വളരെ വൃത്തിഹീനമായ ചില ഏരിയകളൊക്കെ ഈ കരോൾ ബാഗ് എന്ന് പറയുന്ന പോലെ സ്ഥലത്തൊക്കെ നമുക്ക് കാണാൻ പറ്റി. എന്നാൽ ഡൽഹിയിലെ ഈ സൈഡിലോട്ടൊക്കെ വന്ന എയർപോർട്ട് സൈഡ്, അതുപോലെ തന്നെ പാർലമെൻറ്റിൻ്റെയും അതുപോലെ പുരാതന സ്മാരകങ്ങളൊക്കെയുള്ള പല കോട്ടകളും ഒക്കെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ആ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഡൽഹി ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഡിപ്പാർച്ചർ സൈഡിൽ എത്തി. ഞങ്ങൾ മുമ്പിൽ റാഫി നടക്കുന്നു, അതിന് മുന്നിൽ മകളുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടായിട്ട് പിരിയുന്നു. പുള്ളി റിയാദിലേക്കും ഞാനും മകളും അബുദാബി വഴി ബഹ്റൈനിലേക്ക്. അപ്പോൾ അവിടെ വെച്ചിട്ട് അവരെ ബാഗേജൊക്കെ ഒന്ന് റാപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കൈ കൊടുത്തു പിരിഞ്ഞു. ഇനി അടുത്ത ഗ്ലോബൽ മീറ്റിൽ അല്ലെങ്കിൽ നാട്ടിൽ വരുന്ന സമയത്തോ, നാട്ടിൽ വെച്ച് കാണാൻ സാധ്യത കുറവാണ്. കാരണം നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് അവർ റിയാദിലായിരിക്കും, പുള്ളി നാട്ടിൽ പോകുമ്പോൾ ഞാൻ ബഹ്റൈനിലായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെയാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ ആധുനിക സംവിധാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ചാറ്റ് ചെയ്തിട്ടും മറ്റുള്ള സംവിധാനങ്ങളിലൊക്കെ ബന്ധപ്പെടാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ ഏതായാലും ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു. ഡൽഹി വിമാനത്താവളത്തിലെ ഒരു ലോഞ്ചിലാണ്. അപ്പം നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് അറിയാൻ പറ്റും. നമുക്ക് ലോഞ്ച് അവൈലബിൾ ആണ്. നമ്മൾ പ്രത്യേകിച്ച് ചാർജൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നേരെ അവിടെ പോയിട്ട് നമുക്ക് 2-2.5 മണിക്കൂർ നമുക്ക് അവിടെ നിന്ന് റിലാക്സ് ചെയ്തിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചുള്ള ഫുഡൊക്കെ. ഞങ്ങൾ പോകുന്ന സമയത്ത് ലഞ്ചിൻ്റെ സമയമായിരുന്നു. അത്യാവശ്യം ഫുഡൊക്കെ ഞങ്ങളെടുത്ത് അവിടെ നിന്ന് കഴിച്ചാൽ ലോഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ചിത്രീകരിച്ചു. സമയമുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടംമാതിരി സമയമുണ്ട്. അപ്പം അങ്ങനെ കുറേ സമയം അവിടെ ചിലവഴിച്ചു. പിന്നെ ഞങ്ങൾ ഈ ഗേറ്റ് നോക്കുമ്പോൾ ഞങ്ങൾ ഡൽഹി, ഞാൻ മുന്നേ സൂചിപ്പിച്ചിരുന്നല്ലോ, ഡൽഹി വിമാനത്താവളം എന്ന് പറയുന്നത് ഹ്യൂജ്, അത്രയും വലിയ എയർപോർട്ടാണ്. അപ്പം നമ്മളെ ഗേറ്റ് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ദൂരെയാണെന്നുള്ളത്. അപ്പം നമ്മൾ അതുവരെ നടക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ ലോഞ്ചിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഡൽഹി വിമാനത്താവളത്തിൻ്റെ ആ കാഴ്ചകളൊക്കെ, ടെർമിനലിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കാണാനും അതൊക്കെ ഒന്ന് ചിത്രീകരിക്കാനും ഒക്കെ തന്നെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. നമുക്ക് ഇങ്ങനെയുള്ള
ഇതിൻ്റെ മുകളിൽ കയറി നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇതിൻ്റെ മുകളിൽ കയറും. പിന്നെ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇതൊരു ഉപകാരം കൂടിയാണ്. നമുക്ക് നിന്ന് തന്നെ നമുക്ക് ചിത്രീകരിക്കാൻ പറ്റും. നടത്തത്തിൻ്റെ ഇളക്കമൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മൊബൈലിനോ അല്ലെങ്കിൽ ക്യാമറയ്ക്കോ ഉണ്ടാവില്ല. അപ്പം ഇതൊക്കെ ഒരു നല്ല സംവിധാനം. മാത്രമല്ല എളുപ്പത്തിലെത്താൻ ആൾക്കാർക്ക് ഇതിൻ്റെ മുകളിൽ കയറി നടക്കാനും പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് പല ഗേറ്റുകളും കടന്നിങ്ങനെ, ഇതൊക്കെ ഓരോ ഗേറ്റുകളാണ്, അതിൻ്റെയൊക്കെ നമ്പറുകളൊക്കെ കാണാം. അപ്പം 8B എന്നൊക്കെ കാണും. ഞങ്ങൾ എത്രയോ 70 മറ്റോ ആണ് ഞങ്ങളെ ഗേറ്റ്. അപ്പോൾ അത്രയും നടക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നടന്ന് ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങളെ ഫ്ലൈറ്റ് ഇത്തിഹാദാണ്, അതിൻ്റെ ആ ടെയിൽ കാണുമ്പോൾ അറിയാം. അപ്പോൾ ഇത്തിഹാദ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് അവർ, എനിക്ക് തോന്നുന്നത് ഇവരുമായിട്ട് എയർ അറേബ്യ ആയിട്ട് ഒരു ടൈപ്പുള്ള ഫ്ലൈറ്റും കൂടിയാണ്. കാരണം എയർ അറേബ്യ ചില സമയത്ത് നമ്മൾ ബഹ്റൈനിൽ വന്നു കഴിഞ്ഞാൽ നേരെ അബുദാബി പോകും. അബുദാബിയിൽ നിന്നും പിന്നെ ഫ്ലൈറ്റ് ഇത്തിഹാദായിരിക്കും കോഴിക്കോടേക്ക്, അബുദാബി വഴി പോകുകയാണെങ്കിൽ. ഇപ്പോൾ ഷാർജ വഴി പോകുകയാണെങ്കിൽ അതേ ഇത് തന്നെയായിരിക്കും, എയർ അറേബ്യ തന്നെയായിരിക്കും. എന്തായാലും ഞങ്ങൾ ഫ്ലൈറ്റ് കയറിയും ഫ്ലൈറ്റ് ഫുള്ളാണ്. അപ്പോൾ ഡൽഹി വിമാനത്താവളത്തിൻ്റെ ആ പുറം കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് വിമാനം മുന്നോട്ട് റൺവേയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഡൽഹിയോട് യാത്ര കഴിഞ്ഞ 4-5 ദിവസം ഞങ്ങൾ ഡൽഹിയിൽ ശരിക്കും ആഘോഷിച്ചെന്ന് തന്നെ പറയാം. ആ ഡൽഹിയുടെ ഓർമ്മകൾ, ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു എനിക്ക് ഡൽഹി നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയാണല്ലോ കാണുക എന്നുള്ളത്. പക്ഷേ എന്നാലും ഡൽഹിയൊന്നും കാണുന്നു മുഴുവനൊന്നും കണ്ടൊന്നും തീർക്കാനൊന്നും ഈ ദിവസങ്ങളൊന്നും പോരാ. ഏതായാലും ഒരു വരവ് കൂടെ വരേണ്ടി വരുന്നു എന്ന് പറഞ്ഞ മാതിരി മിക്കവാറും എപ്പോഴെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ ഡൽഹിയിൽ ഒരു വരത്തൂടെ വരാം. അതിനുശേഷം പിന്നീട് നോർത്ത് ഇന്ത്യയിൽ ചില സ്ഥലത്തൊക്കെ പോകാനൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ലീവിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. ചെറിയൊരു ലീവിനായിരുന്നു ഞാൻ വന്നത്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ദിവസം തങ്ങാൻ പറ്റിയില്ല. എന്തായാലും ഡൽഹിയിലെ മനോഹരമായ കാഴ്ച നമ്മൾ താഴെ കാണാൻ കഴിയുന്നുണ്ട്. ആ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ തിരിച്ച് ബഹ്റൈനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബഹ്റൈനിലേക്കല്ല, അബുദാബിയിലാണ്. അബുദാബിയിൽ ഒരു 2 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം. 2 മണിക്കൂർ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് കഴിയും. നമ്മൾ ഇറങ്ങിയ ഉടനെ തന്നെ ഗേറ്റ് നമ്പർ നമുക്ക് അവിടെ എത്തിയാൽ നമുക്ക് ഇതിൻ്റെ സ്ക്രീനിൽ കാണാൻ പറ്റിയ ഒരു ഗേറ്റ് നമ്പറാണ്. അപ്പോൾ ഉടനെ തന്നെ അവിടെ ഇറങ്ങി നമ്മൾ സ്കാനിങ് എല്ലാം കഴിഞ്ഞു നേരെ ഗേറ്റ് നമ്പറിലേക്ക് പോയാൽ. പക്ഷേ അവിടെ നമുക്ക് ലോഞ്ച് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പം ഒന്ന് ജസ്റ്റ് കയറി ഇറങ്ങാം സമയമുണ്ടെങ്കിൽ എന്നൊക്കെ തീരുമാനിച്ചു. അങ്ങനെ ആ ഒരു സന്ധ്യാസമയമൊക്കെ ആയി ഏകദേശം. ഫ്ലൈറ്റ് പൊങ്ങി ചക്രവാളത്തിൻ്റെ കാഴ്ചകളൊക്കെ, പടിഞ്ഞാറൻ ചക്രവാളത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇവിടെ എത്തി. പിന്നെ അബുദാബി എത്തി. അബുദാബി വലിയൊരു എയർപോർട്ടാണ്. ഇപ്പോൾ അടുത്ത കാലത്താണ് അതിൻ്റെ റിനോവേഷനൊക്കെ നടന്നത്. നല്ല കാഴ്ചകളാണ്. ഞാൻ കഴിഞ്ഞ തവണയല്ല, അതിൻ്റെ മുന്നേ വെക്കേഷന് പോയ സമയത്ത് അബുദാബി വഴി തന്നെയായിരുന്നു, എയർ അറേബ്യക്കായിരുന്നു പോയത്. ഞാൻ പറഞ്ഞല്ലോ അവരുമായിട്ട് ഈ ഇത്തിഹാദായിട്ട് ടൈപ്പ് ആയതുകൊണ്ട് അവിടെ വെച്ച് ഫ്ലൈറ്റ് മാറും. അതും 2.5 മണിക്കൂറായിരുന്നു അവിടുത്തെ ലേ ഓവർ. അപ്പോൾ ഞങ്ങളവിടെ ഇറങ്ങി അബുദാബിയുടെ കാഴ്ചകൾ, ഇവിടെ ഞാൻ മുന്നേ വന്നതുകൊണ്ട് പക്ഷേ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ അടുത്ത് പുതുക്കി പണിതാന്ന് തോന്നുന്നു. അതിൻ്റെ സീലിംഗ് എല്ലാം നല്ല കാഴ്ചകളാണ്. ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നോക്കുമ്പോൾ സമയമുണ്ട് ഞങ്ങൾക്ക്, പിന്നെയും 1 മണിക്കൂർ നമുക്ക് അവിടെ സമയമുണ്ട്. അപ്പം പിന്നെ ലോഞ്ച് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെയും ലോഞ്ച് ഉണ്ട്. അപ്പം നമ്മൾ നേരെ അവിടത്തേക്ക് ലോഞ്ചിലേക്കുള്ള യാത്ര. ലോഞ്ചിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളെ ഗേറ്റും. അത് വലിയ ഉപകാരമായി. നമ്മൾ ആദ്യം ഇവിടെ സ്കാനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ നല്ല സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ വളരെ എല്ലാ സാധനങ്ങളും നമ്മളെടുത്ത് പോക്കറ്റിലുണ്ടെങ്കിലും ശരീരത്തിൽ എവിടെ ഉണ്ടെങ്കിലും അതെല്ലാം എടുത്ത് അതായത് മെറ്റൽ ഐറ്റംസ് എന്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മാറ്റിയിട്ട് സ്കാൻ ചെയ്തു. ഏതാണെന്ന് ഒരു പെട്ടിയിലിട്ടിട്ട് അത് സ്കാൻ ചെയ്തു. നമ്മളല്ലാതെ നടന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ പോകേണ്ടി വരും. അതുകൊണ്ട് ആ ഒരു ബെൽറ്റ് അടക്കം നമ്മൾ അയച്ച് വെച്ച്, ഷൂ അടക്കം അയച്ച് വെച്ചിട്ടാണ് സാധാരണ എല്ലാവരും കയറുക. കാരണം ഇതല്ലെങ്കിൽ പണിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഇതെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ നേരെ ഉള്ളിൽ കയറി. ഇനിയിപ്പം നേരെ ഗേറ്റിലേക്ക് പോകാനുള്ള സമയമുള്ളൂ. അപ്പം നമ്മൾ ലോഞ്ചിലേക്ക് കയറി. ലോഞ്ചും വലിയ ലോഞ്ചൊന്നും, എത്ര വലുപ്പമുള്ള ലോഞ്ചൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ബഹ്റൈൻ പേൾ ലോഞ്ച് തന്നെയാണ് കുറച്ചുകൂടെ ഞാൻ കണ്ടതിൽ ഏറ്റവും
വലുതായിട്ട് എനിക്ക് തോന്നി. പിന്നെ കൊച്ചി ലോഞ്ചും വലുതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല അവിടെ. കൊച്ചിൻ എയർപോർട്ടിലെ ലോഞ്ചും വലിയ ലോഞ്ച് തന്നെയാണ് എന്ന് പറയുന്നു. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നില്ല ബഹ്റൈനിലെ പേൾ ലോഞ്ചിൻ്റെ അത്ര ഉണ്ടാവും തോന്നുന്നില്ല. കാരണം അതൊരു വലിയൊരു ഏരിയ തന്നെയാണ്. അങ്ങനെ ഫ്ലൈറ്റ് പൊങ്ങി ഞങ്ങൾ നേരെ ബഹ്റൈനിലേക്ക് ഇറങ്ങി ബഹ്റൈൻ എയർപോർട്ടിലെത്തി. അങ്ങനെ ഞങ്ങളുടെ യാത്ര അവസാനിക്കുന്നു. ഇനി പുതിയ യാത്രയുടെ പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, താങ്ക് യു.